എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം ബെൽഗാവിലെത്തിയപ്പോൾ നല്ല രസമായിരുന്നു. ഒരു 7 മണിക്ക് എത്തിയ വഴിക്ക് നല്ല മഴക്കാറായിരുന്നു കേട്ടോ, രക്ഷയുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അവിടുത്തെ ഒരു കോളേജിലെ ഒരു 4-5 സ്റ്റുഡൻസ് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ താമസിച്ചുകൊണ്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ കൂടെ പോയി. അവരുടെ ഇപ്പോൾ വലിയ വീടും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അത്യാവശ്യം നല്ല പിള്ളേരായിരുന്നു. അപ്പോൾ അവരപ്പോൾ താമസിച്ചു. പിന്നെ അവർ വീട് എടുക്കണമെന്ന് പറഞ്ഞിട്ട് കണ്ടെന്നിട്ടാ അവർ വീട്ടിലെത്തിയതും നല്ല മഴയും, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ മഴയത്ത് നമുക്കെന്ന് വെച്ചാൽ ഫുള്ളും നനയും. കാരണം എന്നെ സജ്ജീകരണം നമ്മൾ ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ബെൽഗാവിലെ പൂനെ റോഡ് പിടിക്കുകയാണ്. 340 കിലോമീറ്റർ ഉണ്ട്. എത്ര ദിവസം കൊണ്ട് എത്തുന്ന അറിയില്ല. എന്തായാലും യാത്രകൾ തുടങ്ങാണ്. ഇന്നലെ നല്ല അടിപൊളിയായിരുന്നു. ഞാൻ ഇപ്പോൾ സൈക്കിളിൻ്റെ സാധനം കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യും. ഞാൻ മുമ്പിലത്തെ ബാഗിന് റെയിൻകോട്ടുണ്ട്, അതിട്ട് സെറ്റാക്കി നനയണ സാധനങ്ങളെല്ലാം അതിൽ കാച്ച് വെച്ചേക്കാം. പിന്നെ എന്നിട്ട് ബാക്കിൽ നനഞ്ഞ കുഴപ്പമില്ലാത്ത ഐറ്റംസ് എല്ലാം വെച്ചു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വെയിലുണ്ടെങ്കിലും സൈക്കിൾ ഓട്ടാം, പക്ഷെ മഴയത്ത് സൈക്കിൾ ഓട്ടാൻ നമുക്ക് റിസ്ക്കാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നനഞ്ഞ് കുളിച്ച് അഴിഞ്ഞ് പിഴിഞ്ഞ് ഫുള്ള് ചളിയാവും. മഴ വന്നാൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. എത്ര ദിവസം മഴ പെയ്താലും റെസ്റ്റ് എടുത്ത് നിന്നേ പറ്റുള്ളൂ. കാരണം മഴയത്ത് നമുക്ക് സൈക്കിൾ ഓട്ടാനായിട്ട് നോ ചാൻസ്. പിന്നെ അതല്ലെങ്കിൽ നമ്മൾ മോട്ടർ വയ്ക്കേണ്ട കാര്യം പറഞ്ഞായിരുന്നു. എന്തായാലും മോട്ടർ എന്തായാലും ഫിറ്റ് ചെയ്യുന്നുണ്ട്. അത് എന്തെങ്കിലും പൂനെന്നോ അല്ലെങ്കിൽ മഹാരാഷ്ട്രന്നോ എവിടെയെങ്കിലേക്ക് മോട്ടർ സെറ്റാക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കയറ്റം നമുക്ക് തീരെ പറ്റില്ല അവസ്ഥ. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിബന്ധനത്തിൽ പിമ്പിൾസ് വന്നതുകൊണ്ട് എനിക്ക് 20 ചവിട്ടാനും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഞാൻ തള്ളി കയറ്റങ്ങളൊക്കെ ഒന്ന് കുഴപ്പത്തിൽ പോന്നു. ഇനിയിപ്പോൾ എന്തായാലും യാത്രകൾ മുന്നോട്ട് പോട്ടങ്ങട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഗടികളെ നമ്മൾ വീണ്ടും ഹൈവേയിൽ 6 വരിപ്പാതിൽ കയറിയേക്കാണ് കേട്ടോ. ഇപ്പോൾ പൂനെ റോട്ടിൽ പോയോണ്ട് നിൽക്കണേ. ഞാൻ സാധനം കാണിച്ചു തരാം. ഇപ്പോൾ നോക്ക്, നല്ല കാറ്റാണ്. നല്ല കാറ്റുണ്ട്, അത്യാവശ്യം നല്ല കാറ്റുണ്ട്. ഏതാണ്ട് അവിടെ അറ്റത്ത് സാധനം കാണാണ്ട, നമ്മൾ കരണ്ട് ഉണ്ടാക്കണ ഫാൻ. കാറ്റടിക്കുമ്പോൾ ഫാൻ കറങ്ങിയിട്ട് കരണ്ട് ഉണ്ടാക്കില്ലേ, ആ സംഭവം മലമുകളിലോട്ടോ. കുറേ നിൽക്കണ്ട അവിടെ. അങ്ങനെ അടുത്തൊക്കെ കാണിച്ചു തരാം. അപ്പോൾ കടികളെ ഒരു പാലത്തിൻ്റെ മുകളിലാണ്, ചെറിയൊരു പാലാണ്. നല്ല വെയിലാണ്, പക്ഷെ ആ ചൂട് നമ്മൾ ശരീരത്തെ ഏൽക്കണില്ല, അനുഭവിക്കുന്നില്ല. എന്താ സംഭവം എന്ന് മനസ്സിലാവണില്ല. നല്ല ചൂടുണ്ട്, വയർക്കണില്ല, ഒരു സംഭവമില്ല. ചുട്ട് പൊള്ളം പോലെ സൂര്യ അടിക്കുന്നുണ്ട് കാലാവസ്ഥയെ. ഇപ്പം ഞാനിപ്പോൾ ക്യാബേജിൻ്റെ തോട്ടം കണ്ടിട്ടാ കാണിച്ചു തരാം. അതെങ്ങനെ പാലത്തിൻ്റെ മുകളിൽ നിൽക്കുക. അപ്പോൾ താഴെ ക്യാബേജ് എല്ലാത്തിലും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. സെറ്റ്, അടിപൊളി സ്ഥലം. അങ്ങകലെ എല്ലാത്തിൻ്റെ മുകളിൽ മറ്റേ കരണ്ട് ഉണ്ടാക്കണ ഫാൻ കിടന്ന് കറങ്ങുന്നുണ്ട് മലയുടെ മുകളിൽ. എന്തായാലും കൊള്ളാടാ, നമുക്ക് നേരെ തന്നെ പോവാം.